Hello, hi dear friends, welcome back. ഞാൻ സ്വപ്ന രാകേഷ്. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടൊരു ലഞ്ച് കോംബോ അല്ലെങ്കിൽ ഒരു ഡിന്നർ കോംബോ ആയിട്ടൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു 4 റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അടിപൊളിയായിട്ടൊരു ചിക്കൻ കറി, പിന്നെ അതിനോടൊത്ത് പോകുന്നൊരു നല്ലൊരു ടേസ്റ്റി ആയിട്ടൊരു പുലാവ്, പിന്നെ ഒരു കിടിലൻ ചിക്കൻ ഫ്രൈയും, പിന്നെ അതിനോടൊത്ത് പോകുന്നൊരു കിടിലൻ റൈത്തയും. അപ്പോൾ എല്ലാവരും റെസിപ്പി തീരും വരയ്ക്കും കാണും കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ചിക്കൻ്റെ പീസസൊക്കെ നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 ലെഗ് പീസസാണ്, ഡ്രം സ്റ്റിക്ക് പീസസ്. നല്ലപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണ്. വരഞ്ഞു കൊടുത്തതിന് ശേഷം നമുക്ക് ചിക്കനിൽ നല്ലപോലെ മസാലയൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള മസാല പേസ്റ്റ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലോട്ട് 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടി, 1/2 ടീസ്പൂൺ സാദാ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 നാരങ്ങയുടെ നീരും കൂടെ പിഴിഞ്ഞ് പ്ലേറ്റിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് 2 ടീസ്പൂൺ സോയാ സോസും, പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചെറിയ പീസസായിട്ട് ഞുറുക്കി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് സോയ സോസിലൊക്കെ അത്യാവശ്യം ഉപ്പുള്ളത് കൊണ്ട് ഉപ്പ് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് നോക്കുക. ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ്. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചിക്കൻ പീസസൊക്കെ നമുക്ക് മസാലയിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ചിക്കൻ പീസസിലൊക്കെ അത്യാവശ്യം വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവും. അതുകൊണ്ട് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം മസാലയിൽ ചേർത്ത് കൊടുത്താൽ മതി. നല്ലപോലെ മിക്സ് ചെയ്ത് ഇതൊരു 1/2 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിലോട്ട് മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ്. ഈ ഒരു സമയം കൊണ്ട് നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കാം. ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ സ്റ്റൗവിലോട്ട് ഒരു കടായി വെച്ച് കൊടുത്തു. ഗ്യാസ് ഫ്ലെയിമൊക്കെ കത്തിച്ചു കൊടുത്തു. എന്നിട്ട് കടായിയൊക്കെ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്, സൺഫ്ലവർ ഓയിൽ. അതിലോട്ട് 2 ബേ ലീഫും ഒരു ചെറിയ കഷ്ണം പട്ടയും ഒരു 3 ഏലക്കയും ഒരു 5-6 ഗ്രാമ്പൂ പീസസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലൊരു മണം വരുന്നവരേക്കും ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 2 സവോളയാണ്. മീഡിയം സൈസിലുള്ള 2 സവോള ചെറിയ പീസിലായിട്ട് സ്ലൈസ് ചെയ്ത് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് സവോളയൊക്കെ ഒന്ന് വഴണ്ട് വരുന്ന സമയം കൊണ്ട് ഒരു കൈപ്പിടി നിറച്ച് കാഷ്നട്ട്, ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ചൂടുവെള്ളം കൂടെ ചേർത്ത് കുതിർത്ത് മാറ്റി വെച്ചു. അതവിടെ ഇരുന്ന് കുതിർന്ന് വരട്ടെ. അപ്പോൾ സവോളയൊക്കെ നല്ല പോലെ ഒന്ന് വഴണ്ട് വരികയാണ്. സവോളയൊക്കെ ഒരു സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ ചിക്കൻ കറിക്ക് വേണ്ടി ഒരു മസാല പേസ്റ്റ് ഉണ്ടാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടി, 1/2 ടീസ്പൂൺ സാദാ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലയും, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ മസാലയൊക്കെ തൈരുമായിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ഞാനൊരു പേസ്റ്റ് രൂപത്തിലാക്കി മാറ്റി വയ്ക്കുകയാണ്. ഇപ്പോൾ സവോളയൊക്കെ ലൈറ്റായിട്ട് കളറൊക്കെ മാറി ഒന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇനി ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 4 പച്ചമുളകാണ്. നടുക്കുന്ന പിളർന്ന് 4 പച്ചമുളകും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിക്കൊടുക്കാം. ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം നല്ല പോലെ മാറി വരണം. അതുവരേക്കും നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം നല്ല പോലെ മാറി വന്നതിന് ശേഷം 2 ടൊമാറ്റോ മിക്സറിൻ്റെ ജാറിലിട്ട് നല്ല പോലെ അരച്ചെടുത്ത് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് മിക്സറിൻ്റെ ജാറിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ടൊമാറ്റോ നല്ല പോലെ പച്ചമണം മാറി വരണം. എന്നിട്ട് ഉള്ളിയൊക്കെ നല്ല പോലെ ഒന്ന് ഉടഞ്ഞു വരട്ടെ. ഈ സമയം ഞാൻ അരിയൊക്കെ ഒന്ന് മെഷർ ചെയ്യുകയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് കൈമ റൈസാണ്. അപ്പോൾ നല്ല ഫ്ലേവർഫുള്ളായി മണമുള്ള കൈമയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നല്ല പോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം എല്ലാം ഡ്രെയിൻ ചെയ്ത് ഒരു സ്ട്രെയിനറിലാക്കി മാറ്റി വെക്കുകയാണ്. കുതിർത്ത് വെക്കേണ്ട കാര്യമില്ല കേട്ടോ. തക്കാളിയുടെ പച്ചമണമൊക്കെ നല്ല പോലെ ഒന്ന് മാറി സവോളയൊക്കെ നല്ല പോലെ ഉടഞ്ഞ് റെഡിയായി വന്നതിന് ശേഷം ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന മസാല പേസ്റ്റാണ്. അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ മസാല ഇരുന്ന ബൗളിലോട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നമുക്കൊന്ന് വാഷ് ഔട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ മസാല പേസ്റ്റൊക്കെ നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. പച്ചമണമൊക്കെ നല്ല പോലെ മാറി വരണം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് മസാല പേസ്റ്റും ആ ഉള്ളിയൊക്കെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. മസാല പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ നല്ല പോലെ മാറിയതിന് ശേഷം നമുക്ക് ആ ബൗൾ വാഷ് ഔട്ട് ചെയ്ത വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് കൊടുക്കുകയാണ്. ഈ മസാല പേസ്റ്റൊക്കെ ഒന്ന് റെഡിയായി കുറുകി വരട്ടെ. ഈ സമയം ഞാൻ ഒരു പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് പഴുത്തു പോയ മാങ്ങയല്ല, ഒരുവിധം പുളിപ്പുള്ള മാങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ മധുരവും ഉണ്ട്. 2 പീസസ് മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ സ്ലൈസസ് ആയിട്ട് മുറിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിനെ തിരിച്ച് വീണ്ടും സ്ലൈസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് ഞാനിവിടെ മാങ്ങയൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ്.
മാങ്ങയെല്ലാം കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു പച്ചമുളകാണ്. നല്ല അത്യാവശ്യം എരിവുള്ള ഒരു പച്ചമുളക് ചെറിയ സ്ലൈസസ് ആയിട്ട് മുറിച്ച് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചെറിയ കപ്പിൽ 2 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ പുളിപ്പ് കുറഞ്ഞ തൈരാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം നല്ല പുളിപ്പുള്ള മാങ്ങയാണെങ്കിൽ പുളിപ്പ് കുറഞ്ഞ തൈര് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു മധുരവും പുളിപ്പ് രസമൊക്കെ ഉള്ള ഒരു നല്ലൊരു റൈത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കന് വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു 1.5 കിലോ ചിക്കൻ ഉണ്ട്. ആ ചിക്കനും കൂടെ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത്യാവശ്യം വലിപ്പമുള്ള പീസസ് ആയിട്ടായിരുന്നു ഞാൻ ചിക്കൻ മുറിച്ചിരുന്നത്. എന്നിട്ട് ചിക്കൻ പീസസും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 2 കപ്പ് ചൂടുള്ള വെള്ളമാണ്. ചൂടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം കുറുകിയ ഗ്രേവിയുള്ള ഒരു ചിക്കൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് നമുക്ക് വെള്ളം ചേർത്ത് കൊടുത്ത് തന്നെ വേവിക്കണം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. 20 മിനിറ്റിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കനൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി റെഡിയായി വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 3/4 ചിക്കനൊക്കെ കുക്കായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നേരത്തെ തന്നെ നമ്മൾ കുറച്ച് കാഷ്നട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നില്ലേ, അത് നല്ല പേസ്റ്റ് പോലെ ആ കുതിർത്ത് വെച്ച വെള്ളത്തിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കാഷ്നട്ട്സൊക്കെ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കാഷ്നട്ട് പേസ്റ്റൊക്കെ ചേർത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 3/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടിയുമാണ്. എരിവിനനുസരിച്ച് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ച് വെക്കാം. എന്നിട്ട് ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ട് കുറച്ച് കറിവേപ്പിലയൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ഇതൊരു അരമണിക്കൂർ അവിടെ ഇരിക്കട്ടെ. ആ സമയം നമുക്ക് റൈസൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടൊരു പുലാവ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പുലാവ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു കുക്കർ ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തു. ഫ്ലെയിമൊക്കെ ഒന്ന് കത്തിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊക്കെ നല്ലപോലെ ചൂടായതിനു ശേഷം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ബേ ലീഫ് 2ആയിട്ട് മുറിച്ച് ചേർത്തു. ഒരു കഷ്ണം പട്ട 2ആയിട്ട് കട്ട് ചെയ്ത് മുറിച്ച് ചേർക്കുകയാണ്. പിന്നെ ഒരു തക്കോലം ചേർത്ത് കൊടുത്തു. ഒരു 4-5 പീസ് കരയാമ്പൂവും ഒരു 3 ഏലക്കയും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒരു മണം വരുന്നവരേക്കും ഒന്ന് ഇളക്കി കൊടുത്തു. അതിനുശേഷം ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 2 സവോളയാണ്. ചെറിയ സവോളയായിരുന്നു ഞാൻ എടുത്തിരുന്നത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 3/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അത്ര തന്നെ ആഡ് ചെയ്താൽ മതി കേട്ടോ, കൂടുതൽ ആഡ് ചെയ്യരുത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം ഞാൻ അതിലോട്ടൊരു 3 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തു. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു പൊട്ടറ്റോ ആയിരുന്നു. അത് ചെറിയ ചെറിയ പീസസ് ആയിട്ട് മുറിച്ച് ഞാൻ വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചിരുന്നു കേട്ടോ, കറുത്ത് പോകാതിരിക്കാൻ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ പൊട്ടറ്റോയൊക്കെ ഒരു 5 മിനിറ്റ്സോളം നമ്മളിങ്ങനെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കിസ്മിസാണ് കേട്ടോ. ഈ പുലാവിന് വളരെ ടേസ്റ്റ് കൊടുക്കുന്നൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ പൊട്ടറ്റോയും കിസ്മിസും. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഒരു 4 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ എടുത്തിരുന്ന 2 കപ്പ് റൈസാണ്. അപ്പോൾ ചെറിയ ചൂടുള്ള 4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചെക്ക് ചെയ്ത് തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാൻ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ടേസ്റ്റ് നോക്കിയായിരുന്നു. അപ്പോൾ ഉപ്പ് കുറവായിട്ട് തോന്നി. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ റൈസ് അളന്ന അതേ കപ്പിൽ തന്നെ ഒരു 3/4 കപ്പ് ഗ്രീൻ പീസാണ് കേട്ടോ. ഫ്രോസൺ ഗ്രീൻ പീസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഡ്രൈ ഗ്രീൻ പീസ് അല്ല, ഫ്രോസൺ തന്നെ ഉപയോഗിക്കണം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് വെള്ളമൊക്കെ നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അരിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. റൈസും കൂടി ചേർത്ത് കൊടുത്തു. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ വീണ്ടും അരിയൊന്ന് തിളയ്ക്കാൻ തുടങ്ങി. ആ സമയത്ത് നമ്മൾ കുക്കറൊക്കെ ഒന്ന് അടച്ചു കൊടുക്കുകയാണ്. ഞാൻ വെയിറ്റ് ഇട്ട് കൊടുത്തിട്ടില്ല. സ്റ്റീം വന്നതിന് ശേഷം മാത്രമേ വെയിറ്റ് ഇട്ട് കൊടുക്കത്തുള്ളൂ. ഇപ്പോൾ സ്റ്റീമൊക്കെ ഒന്ന് ജസ്റ്റ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് വെയിറ്റും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. വളരെ സ്ലോ ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം നമുക്കിനി റൈസൊക്കെ കുക്ക് ചെയ്തെടുക്കാൻ. ഞാനതുകൊണ്ട് സ്ലോ ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് റൈസിനെ അങ്ങോട്ടേക്ക് മാറ്റി കൊടുത്തു. ഗ്യാസ് സ്റ്റൗ ഒന്ന് മാറ്റി അപ്പുറത്തെ സ്റ്റൗവിലോട്ട് വെച്ചു. എന്നിട്ട് ഈ സ്റ്റൗവിലോട്ട് ഞാനൊരു കടായി വെച്ച് കൊടുത്തു. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഷാലോ ഫ്രൈ ആണ് നമ്മൾ ചിക്കൻ ചെയ്തെടുക്കാൻ പോകുന്നത്, ഡീപ്പ് ഫ്രൈ അല്ല.
എന്നിട്ട് ഞാൻ ചിക്കൻ പീസസ് എല്ലാം നല്ല ചൂടായി വന്ന വെളിച്ചെണ്ണയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നമ്മൾ ജസ്റ്റ് ഒരു 10-15 മിനിറ്റ് ഒരു സൈഡ് ഒരു മീഡിയം ടു സ്ലോ ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് വറുത്തെടുക്കാം. എന്നിട്ട് ഒരു സൈഡ് ആയതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് സൈഡ് തിരിച്ചിട്ട് അങ്ങനെയാണ് വറുത്തെടുക്കുന്നത് കേട്ടോ. ഞാൻ ഒത്തിരി ചിക്കൻ ഫ്രൈഡ് റെസിപ്പീസ് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പ്ലേലിസ്റ്റിൽ ചിക്കൻ റെസിപ്പീസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചിക്കൻ ഫ്രൈഡ് റെസിപ്പീസ് ഒന്നുകൂടെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടതെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഒന്ന് വലുതായി പോകാതിരിക്കാനാണ് ഞാനില്ല ഡീറ്റെയിൽ ആയിട്ട് ചിക്കൻ ഫ്രൈ പറയുന്നില്ല. ജസ്റ്റ് ഇപ്പോൾ ഫ്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ചിക്കൻ ഫ്രൈ ഒക്കെ. ആ സമയത്ത് റൈസൊക്കെ ഇതിവിടെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റും കൂടെ ഇരുന്നതിന് ശേഷമാണ് ഞാൻ റൈസൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ പുലാവ് റെഡിയായി വന്നു. ഒരു സ്ലോ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റോളം ഞാൻ കുക്കർ അങ്ങനെ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് സ്റ്റീമൊക്കെ ഒന്ന് സെറ്റിലാവുന്ന വരെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ചിക്കൻ ഫ്രൈയും പുലാവും നമ്മുടെ ചിക്കൻ കറിയും അതുപോലെ തന്നെ റൈറ്റയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഈ 4 റെസിപ്പീസും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ നല്ലൊരു കോംബോയാണ് കേട്ടോ. ഈ ചിക്കൻ ഫ്രൈയും ഈ റൈസും ഈ ചിക്കൻ കറിയും അതുപോലെ തന്നെ നല്ല ഒരു മധുരവും പുളിപ്പും ഒക്കെ ഉള്ളൊരു റൈത്ത. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്നും പറയാൻ മറക്കരുത്. അപ്പോൾ ഒരു പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും തിരിച്ചു വരുന്നതാണ്. അതുവരേക്കും താങ്ക് യു, ബൈ.